ശ്രീ ടി പി ശ്രീനിവാസൻ ടെലിഫോൺ ലൈനിലുണ്ട്. വിദ്യാഭ്യാസ വിദഗ്ധൻ കൂടിയാണ് അദ്ദേഹം. ശ്രീ ടി പി ശ്രീനിവാസൻ, സ്വകാര്യ സർവകലാശാലകൾ എന്നുള്ളത് അത് ഇപ്പോൾ ബില്ലുമായി മുന്നോട്ട് പോവുകയാണ്. 13-ന് ബില്ല് സഭയിലേക്ക് കൊണ്ടുവരുന്നു. നടപ്പ് സമ്മേളനത്തിൽ തന്നെ പാസ്സാക്കാൻ പോവുകയാണ്. അപ്പോൾ ഒപ്പമുള്ള CPI ഉൾപ്പെടെ ഇതിൽ ചില ആശങ്കകളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ടല്ലോ. അടിസ്ഥാനമുള്ള ആശങ്കകളാണോ? ഇപ്പോൾ ഈ നീക്കത്തെ എങ്ങനെ കാണണം? തീർച്ചയായിട്ടും എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം 15 വർഷം മുമ്പ് ഞാൻ പറഞ്ഞതാണ് നമുക്ക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആവശ്യമാണ്. ബേസിക്കലി എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ യൂണിവേഴ്സിറ്റീസിന് വേണ്ടത്ര റിസോഴ്സസ് ഇല്ല. ഗവൺമെന്റിന് അത്രയൊന്നും ചെലവാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് വന്നെങ്കിലേ നമുക്ക് നല്ല യൂണിവേഴ്സിറ്റികൾ ഉണ്ടാവും എന്നുള്ള ഒരു ആശയത്തോടു കൂടിയാണ് ഞാൻ വൈസ് ചെയർമാൻ ആയിരുന്നപ്പം ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ ഈ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചത്. അത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്തായിരുന്നു. അദ്ദേഹം അതിൽ വളരെ താല്പര്യമുണ്ടായിരുന്നു. പ്രൊഫസർ സിറിയക് തോമസ് ആണ് അതിന്റെ ചെയർമാൻ ആയിരുന്നത്. അപ്പോൾ ഞങ്ങളിൽ ധാരാളം ആളുകളെ ഇന്ത്യയിൽ മുഴുവൻ നിന്നുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ ആളുകളെ ക്ഷണിച്ച് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുകയും ഒരു ബില്ല് അസംബ്ലിയുടെ ഒരു ഡ്രാഫ്റ്റ് ബില്ല് തയ്യാറാക്കുകയും ചെയ്തു. അത് 1 വർഷം എടുത്തു. അത് ഉമ്മൻചാണ്ടി കൺസിഡർ ചെയ്യായിരുന്നു ആ സമയത്ത്. പക്ഷെ UDF തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഗവൺമെന്റ് മാറിയതോടുകൂടി അത് കംപ്ലീറ്റ് ആയിട്ട് ഷെൽവ് ചെയ്തു. കാരണം LDF വളരെ അതിനെ എതിർത്തിരുന്നു. എന്നിട്ട് കുറെ വിദ്യാർത്ഥികൾ എന്നെ വന്ന് ആക്രമിക്കുക വരെ ചെയ്തു കോവളത്ത് വെച്ച്. അപ്പൊ അതുകൊണ്ട് അതങ്ങനെ ഇല്ലാതായി. പക്ഷെ കുറെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ ആശയം ലെഫ്റ്റിസ്റ്റ് ഗവൺമെന്റിൽ നിന്ന് വരാൻ തുടങ്ങി. അത് കുറച്ചു നാളായി, 3-4 വർഷമായി അതിനെപ്പറ്റി കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫൈനലി ഒരു സ്വപ്ന സാക്ഷാത്കാരം പോലെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതെ, ഇപ്പോൾ ഇത് ഒരു കമ്മീഷന്റെ, അതായത് ശ്യാം പി മേനോന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ഇങ്ങനെ ഒരു ബില്ല് തയ്യാറാക്കിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ സംവരണവുമായി ബന്ധപ്പെട്ട് SC/ST വിഭാഗത്തിനൊക്കെ നിശ്ചിത ശതമാനം സംവരണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനം ഇതിൽ വിദ്യാർത്ഥി പ്രവേശനത്തിന്, ഫീസിന്, അധ്യാപകരെ നിയമിക്കുന്നതിൽ അതിലൊന്നിനും സർക്കാരിനൊരു നിയന്ത്രണം ഉണ്ടാകില്ല. എന്നാൽ ഭരണപരമായ കാര്യങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അവിടെയൊക്കെ ഒരു ഏത് തരത്തിലേക്ക് അതിനെ കാണണം? അങ്ങനെ സർക്കാരിന് നിയന്ത്രണമില്ലാത്ത തരത്തിലേക്ക് ഈ സംവിധാനം പോയാൽ അതെന്താകും? അതിന് കാരണമുണ്ട്. കാരണം ഞങ്ങൾ കൊടുത്ത ഡ്രാഫ്റ്റ് ബില്ലിൽ ഇതൊക്കെ നിഷ്കർഷിച്ചിരുന്നു. കാരണം ഏത് ഫീസ് വേണം, ഏത് തരത്തിലുള്ള സ്കോളർഷിപ്പ് കൊടുക്കണം, പ്രോഫിറ്റ് എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ള വളരെ റെസ്ട്രിക്റ്റീവായിട്ടായിരുന്നു ഞങ്ങളുടെ ഡ്രാഫ്റ്റ് ഉണ്ടായിരുന്നത്. പക്ഷെ അതിൽ സർപ്രൈസിംഗ്ലി ലെഫ്റ്റ് ഗവൺമെന്റ് കുറെ കൂടെ ലിബറൽ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇപ്പം ഡൽഹിയിലൊക്കെ ഉള്ള വളരെ നല്ല സർവകലാശാലകളൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആ സർവകലാശാലകളിലൊക്കെ ഈ നിയന്ത്രണമൊന്നുമില്ല. അതുകൊണ്ടാണ് കേരളത്തിലാണെങ്കിൽ പോലും ഈ നിയന്ത്രണങ്ങൾ വേണ്ട എന്ന് അവർ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ അതിന് പല പ്രശ്നങ്ങളും ഉണ്ടാകും. പക്ഷെ ഇതിലൊക്കെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ഈ നഷ്ടപ്പെട്ടുകൊണ്ടുപോയ 20 കൊല്ലം കൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം മുഴുവനായിട്ട് മാറിയിരിക്കുകയാണ്. അതാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ഈ പുതിയ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയാൽ ആരവിടെ പോകും? നമ്മുടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജസിൽ പോലും ഇപ്പൊ എല്ലാം വേക്കൻസികൾ കിടക്കുകയാണ്. എല്ലാ കുട്ടികളും പുറത്തേക്ക് പോവുകയാണ്. ഈ ട്രെൻഡ് ഉണ്ടായത് കഴിഞ്ഞ 20 കൊല്ലത്തിലാണ്. ഇപ്പൊ അതിന്റെ മൂർധന്യത്തിലെത്തിയിരിക്കുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ സാധാരണ ഗവൺമെന്റ് കോളേജുകളിൽ പോലും കുട്ടികളെ കിട്ടാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് കേരളത്തിലുള്ളത്. അതുകൊണ്ട് ഇവിടുത്തെ സിസ്റ്റം പഠിക്കുന്ന ഏത് ഇൻസ്റ്റിറ്റ്യൂഷനും അവർ കേരളത്തിൽ വരാൻ മടിക്കും. കാരണം അവർക്ക് കുട്ടികളെ കിട്ടുമോ എന്നുള്ള സംശയം കൊണ്ട്. അതുകൊണ്ട് അവർ വരാൻ താല്പര്യം കാണിക്കുകയില്ല എന്നുള്ളതാണ് എൻ്റെ ഭയം. അതെ, പക്ഷേ സിംബയോസിസ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇങ്ങോട്ടേക്ക് വരാനൊക്കെ ആലോചന നടത്തുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളും മറ്റൊരു ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അതായത് നമുക്ക് നോക്കാം ഇതെങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളത്. വളരെ നന്ദി ശ്രീ ടി പി ശ്രീനിവാസൻ പ്രതികരിച്ചതിന്. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നു. കരട് ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകി. മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ എതിർപ്പുന്നയിച്ചു. എന്നാൽ അവരുടെ ചില ആശങ്കകൾ പരിഗണിക്കും. കരട് ബില്ലിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് തന്നെ ഈ സഭാ സമ്മേളനത്തിൽ ബില്ല് പാസ്സാക്കാനാണ് ഇപ്പോൾ പാർട്ടിയുടെ തീരുമാനം.